നമ്മൾക്ക് ഇനി MCSAയുടെ ലാബൊക്കെ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ MCSA പഠിക്കുമ്പോഴത്തേനും നമ്മൾക്ക് ലാബ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് ലാബ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ MCSA വിൻഡോസ് സെർവർ 2016 ആവാം 19 ആവാം ഏത് വേണമെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞത് 2 സെർവർ മെഷീൻ വേണം. ഓക്കെ, 2 സെർവർ മെഷീൻ വേണം. ഈ സെർവർ മെഷീനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് വേണ്ട ഇപ്പോൾ 2019 അതായത് വിൻഡോസ് സെർവർ 2019 അതിന് ഞാൻ Win 2019 എഴുന്നിടുന്നു. Win 2019 ഇങ്ങനെ ഏറ്റവും കുറഞ്ഞ 2 സെർവർ മെഷീൻ നമുക്ക് വേണം. ഇത് കൂടാതെ നമ്മൾക്ക് 2 ക്ലയൻറ്റ് മെഷീനും വേണം, അതായത് നോർമൽ PCകളും വേണം. അപ്പം ഇങ്ങനെ അത്യാവശ്യം 2 കമ്പ്യൂട്ടറുകൾ, അതായത് ടോട്ടൽ നമുക്ക് 4 മെഷീൻസ് വേണം. ഈ ക്ലയൻറ്റ് മെഷീൻസ് നമുക്ക് Windows 10 ഇടാം. ഓക്കെ, Windows 10 OS ഇട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല, ഈ കമ്പ്യൂട്ടറുകൾ തമ്മിൽ എന്ത് ഉണ്ടാവണം, ഇൻ്റർ കണക്ടിവിറ്റി ഉണ്ടാവണം. അപ്പോൾ നോർമലായിട്ട് MCSA പഠിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതായത് 2 സെർവർ മെഷീനും വേണം, 2 കമ്പ്യൂട്ടറും വേണം. അപ്പോൾ ഇതിന് നമ്മൾക്ക് വെർച്വലായിട്ട് നമ്മൾക്ക് നല്ലൊരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു PC ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വെർച്വലായിട്ട് ക്രിയേറ്റ് ചെയ്ത് ലാബ് നടത്താനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ PC എടുത്തു കഴിഞ്ഞാൽ, അതായത് ഡെസ്ക്ടോപ്പ് PC എടുത്തു കഴിഞ്ഞാൽ അതിനെന്ത് പ്രധാനമായിട്ട് എന്താണുള്ളത്, ഹാർഡ്വെയർ ഉണ്ടല്ലേ. അതിനകത്ത് ഹാർഡ് ഡിസ്ക് ഉണ്ട്, നിക്ക് ഉണ്ട്, CPU ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് എന്തൊക്കെയാണുള്ളത് ഹാർഡ്വെയറിനകത്ത് പ്രധാനമായിട്ടും ആദ്യമേ നോക്കുകയാണെങ്കിൽ RAM ഉണ്ട്, CPU ഉണ്ട്, CPU അല്ലെങ്കിൽ പ്രോസസ്സറുണ്ട്. ഓക്കെ, പിന്നെ എന്താണുള്ളത്, NIC ഉണ്ട്, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് പ്രധാനമായിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഈ ഹാർഡ്വെയറിൻ്റെ പക്കത്ത് എന്താണ് ഇട്ടിരിക്കുന്നത്, OS ഇട്ടിട്ടുണ്ട് അല്ലേ. അതായത് നമുക്ക് ഹാർഡ്വെയർ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അതിൻ്റെ അത് നമ്മൾ എന്തിട്ടിരിക്കുന്നു, OS ഇട്ടിട്ടുണ്ട്. ഏത് OS ഇട്ടിരിക്കുന്നത്, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വിൻഡോസ്, അതിന് ഞാൻ Win 10 Pro അല്ലേ, Windows 10 പ്രൊഫഷണൽ എഡിഷനാണ് നമ്മൾ നോർമലായിട്ട് ഇടുന്നത്. അല്ലെങ്കിൽ 8 ഇടാം, എന്ത് വേണമാവാം. അതായത് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ഹാർഡ്വെയർ, ഇത് ലാപ്ടോപ്പാണെന്ന് കൺസിഡർ ചെയ്യാം. ഈ ലാപ്ടോപ്പിൻ്റെ ഹാർഡ്വെയറിൻ്റെ മുകളിലായിട്ട് നമ്മൾ Windows 10 Pro ഇട്ടിട്ടുണ്ട്, OS ഇട്ടു. ഇനി ഈ OSനകത്തോട്ട് നമ്മൾ OS മാത്രം കിട്ടി നമുക്ക് കാര്യമുണ്ടോ, ഇല്ല. നമ്മൾ അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള പോലെ ആപ്ലിക്കേഷൻസ് ഇടും അല്ലേ. അതായത് ഇപ്പം നമുക്ക് മൂവി കാണണമെങ്കിൽ നമ്മൾ VLC മീഡിയ പ്ലെയർ ഇടും അല്ലേ. എന്ന് പറഞ്ഞ പോലെ ഈ വെർച്വലൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വെർച്വലൈസേഷൻ ചെയ്ത് നമുക്കിതുപോലെ മെഷീൻസ് ക്രിയേറ്റ് ചെയ്ത് OS ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് VMWare. അങ്ങനെ OS ഇടാൻ പറ്റുന്ന, അതായത് നമുക്കിങ്ങനെ വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിനകത്ത് OS ഇടാനും പറ്റുന്ന സാധിക്കുന്ന ഒരു മെഷീനാണ്, ഒരു സോഫ്റ്റ്വെയറാണ് VMWare Workstation Pro എന്ന് പറയുന്നത്. ഇതൊരു വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയറാണ്. നമ്മുടെ സാധാരണ മെഷീനിൽ ഇടാൻ പറ്റുന്ന ഒരു VMWare Workstation Pro എന്ന് പറയുന്ന ഒരു വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയറാണ്. ഈ സോഫ്റ്റ്വെയർ നമ്മുടെ മെഷീനിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇതിനെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായിട്ട് ഞാൻ വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ എന്ന് എഴുതുകയാണ്. ഓക്കെ, വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇതിനെ നോർമലി വിളിക്കുന്നത് ഹൈപ്പർവൈസർ എന്നാണ് വിളിക്കുന്നത്. ഞാനിപ്പോൾ ആ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല, ഏറ്റവും സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. ഓക്കെ, വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഏതാണ്, VMWare Workstation Pro നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള VMWare Workstation Proയോ അല്ലെങ്കിൽ VMWare Workstation നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾക്ക് അതിനകത്ത് വെർച്വൽ മെഷീനുകൾ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ കടയിൽ ചെന്നിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം, അതായത് നമ്മൾ അവരോട് പറയാം, എനിക്കൊരു ഇത് വേണം, ഒരു കമ്പ്യൂട്ടർ വേണം, ഇന്നാണ് അതിൻ്റെ കോൺഫിഗറേഷൻസ് ഒക്കെ എന്ന് പറഞ്ഞ് നമുക്ക് അസംബ്ലി ചെയ്യാനൊക്കെയായിട്ട് സാധിക്കും അല്ലേ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് അവിടെ നമ്മൾ ഫിസിക്കലായിട്ട് അസംബ്ലി ചെയ്യിക്കുന്നു, ഇവിടെ വെർച്വലായിട്ട് നമുക്ക് ചെയ്യാൻ കാര്യങ്ങൾ. അതിന് നമ്മൾ ആദ്യം ഈ വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയറിൽ VMWareൽ നമുക്ക് ആദ്യം തന്നെ VM ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് VM എന്ന് പറയുന്നതാണ് വെർച്വൽ മെഷീൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ വെർച്വൽ മെഷീൻ നമുക്ക് എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. വെർച്വലായിട്ട് നമുക്ക് ഹാർഡ്വെയറിൻ്റെ കോൺഫിഗറേഷൻസൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് വെർച്വൽ മെഷീനുകൾ ക്രിയേറ്റ് ചെയ്യാം. ഈ വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ, അതായത് നമ്മൾക്ക് ഇപ്പം കടയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇങ്ങനെ ചുമ്മാ കിട്ടി, അതിനകത്ത് OS ഒന്നും ഇട്ടിട്ടില്ല, ചുമ്മാ കിട്ടിക്കഴിഞ്ഞ കാര്യമുണ്ടോ, ഇല്ല. നമ്മൾക്ക് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് അതിൻ്റെ അകത്തോട്ട് OS ഇടാനായിട്ട് സാധിക്കും. എക്സാമ്പിളായിട്ട് നമ്മൾക്ക് വേണ്ടത് Windows 2019, അതുപോലെ Windows 2016, അതുപോലെ Windows 10, ഇങ്ങനെ നമ്മൾക്ക് വേണ്ട OSകൾ
നമ്മൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് വേണം റൺ ചെയ്യാം. അങ്ങനെ എന്ത് വേണം നമുക്ക് ആവാം. ഇനിഷ്യലി നമ്മൾക്ക് വെർച്വൽ മെഷീനുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. എന്നിട്ട് ഇതിനെ നമ്മൾക്ക് ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത് പോലെ സ്വിച്ച് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന പോലെ വെർച്വലായിട്ട് നമുക്ക് ഈ വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയറിലുള്ള VMwareലുള്ള സ്വിച്ചുകൾ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യുവാനും നമ്മളുടെ ലാബൊക്കെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹാർഡ്വെയറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് ഈ മുകളിലോടുന്ന വെർച്വൽ മെഷീനൊക്കെ റൺ ആകുന്നത്. അതായത് മുകളിലെ വെർച്വൽ മെഷീനൊക്കെ റൺ ആകുന്നത് താഴെയുള്ള നമ്മുടെ ഹാർഡ്വെയറിൻ്റെ, അതായത് നമ്മുടെ റിയൽ ആയിട്ടുള്ള ഹാർഡ്വെയറിൻ്റെ കപ്പാസിറ്റിയും കൂടെ അനുസരിച്ചാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ലാപ്ടോപ്പിൽ 8 GB റാം ഉണ്ടെന്ന് കരുതുക, 8 GB റാം ഉണ്ടെന്ന് കരുതുക. നമ്മുടെ ഈ OSന് നമ്മുടെ ലാപ്ടോപ്പിലുള്ള പ്രൈമറി OSന് റൺ ആകാനായിട്ട് നമ്മൾക്ക് നോർമലി 2 GB ഒക്കെ മതി. ഓക്കെ, ബാക്കി 6 GB അവിടെ ഉപയോഗിക്കാതെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 GB ഇവന് കൊടുക്കാൻ പറ്റും, 2 GB ഇയാൾക്ക് കൊടുക്കാൻ പറ്റും, 2 GB ഇയാൾക്കും കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ നമ്മൾക്ക് ഉപയോഗം അനുസരിച്ച് നമ്മൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് MCSA ലാബിൻ്റെ ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഫോർമാറ്റ്. നമ്മൾക്കിനി എങ്ങനെയാണ് VMware വർക്ക്സ്റ്റേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് ഗൂഗിളിനകത്ത് ഡൗൺലോഡ് VMware വർക്ക്സ്റ്റേഷൻ എന്ന് കൊടുക്കണം. VMware വർക്ക്സ്റ്റേഷൻ എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് ഡൗൺലോഡ് VMware വർക്ക്സ്റ്റേഷൻ പ്രോ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് മുകളിലായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക VMwareൻ്റെ സൈറ്റിൽ നിന്ന് തന്നെയാണോന്ന്, അതായത് www.vmware.com തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതായത് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡൗൺലോഡ് VMware വർക്ക്സ്റ്റേഷൻ പ്രോ എന്നൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട്. VMware വർക്ക്സ്റ്റേഷൻ 16 Pro ആണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ലിനക്സിന് വേണ്ടി ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ വിൻഡോസിന് വേണ്ടി ഡൗൺലോഡ് ചെയ്യാം. എൻ്റേത് വിൻഡോസ് മെഷീനാണ്, അതുകൊണ്ട് ഞാൻ വർക്ക്സ്റ്റേഷൻ 16 Pro ഫോർ വിൻഡോസ് എന്നുള്ളത് ഡൗൺലോഡ് നൗ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതിപ്പം ഡൗൺലോഡ് ആവുന്നുണ്ട്. ഡൗൺലോഡ് എങ്ങോട്ട് എന്തെങ്കിലും ലൊക്കേഷൻ മാറ്റണമെങ്കിൽ അതിവിടെ മാറ്റിയൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് സേവ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതായത് ഏകദേശം 622 MB ഉണ്ട് ഫയൽ സൈസ്. നമ്മളിപ്പോൾ VMwareൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന VMware വർക്ക്സ്റ്റേഷൻ നമ്മളുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ദിസ് PC ഐക്കണെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാം, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അവിടെ VMware വർക്ക്സ്റ്റേഷൻ ഫുള്ള് എന്ന് പറയുന്ന നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫയൽ സെലക്ട് ചെയ്യുകയും റൈറ്റ് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ റൺ ആസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. യെസ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, ലൈസൻസ് ആക്സെപ്റ്റ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഈ നമുക്ക് അപ്ഡേറ്റ്സിനെ പറ്റി ഇൻഫർമേഷൻസ് അങ്ങനെ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്ഡേറ്റ്സിനെ പറ്റി ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും നമുക്കിപ്പോൾ ഇനിഷ്യലി വേണ്ട. അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും ഇപ്പോൾ ടിക്ക് ഓഫ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുന്നു, നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ ഫിനിഷ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ VMware വർക്ക്സ്റ്റേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ലൈസൻസ് കീ ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്കിപ്പോൾ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് 30 ദിവസത്തേക്ക് ഇത് ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് I want to try VMware Workstation 16 for 30 days എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു.